ഇന്ന് കാന്തപുരം തന്നെ വ്യക്തമാക്കുന്നുണ്ട്, അതിൽ നിന്ന് സർക്കാർ പിന്മാറും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അങ്ങനെ അദ്ദേഹത്തിന് പറയാൻ അഭിപ്രായമില്ലേ? ഉണ്ടല്ലോ, ആ അഭിപ്രായം അദ്ദേഹം പറഞ്ഞു. ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞു. ഞങ്ങളൊരു സമിതിനെ വെച്ചിരിക്കുന്നു. ഞങ്ങൾ വളരെ കൃത്യമായിട്ട് നിയമസഭയിൽ പറഞ്ഞല്ലോ, ഞങ്ങളുടെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞല്ലോ, ഞങ്ങളൊരു സമിതിനെ വെക്കുക. സമിതി തമാശക്ക് വെച്ചതാ. ആ സമിതി പറയട്ടെ എന്ന്. നിങ്ങളൊന്ന് സമയം തരണ്ടേ? ഈ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു റൈറ്റ് ഇല്ലേ? ഒരു സമിതിയെ വെച്ചിട്ട് ആ സമിതിയുടെ റിപ്പോർട്ട് വരാതെ നിങ്ങൾ എന്തായി പിന്നെ നിന്റെ സമിതി ഉണ്ടാക്കിയത്? ഞങ്ങൾക്ക് സമിതി ഇല്ലല്ലോ, അതുകൊണ്ടല്ലേ എതിർത്ത്. അതല്ല ഞങ്ങൾക്ക് അങ്ങനെ സമിതി ഉണ്ടാകുക പ്രതിപക്ഷത്തിൽ ഇരിക്കുമ്പോൾ സമിതിയാ? അതെന്നറിയില്ല. അതൊന്നും പിന്നെ അങ്ങനെ ആ ചോദ്യത്തിന് മറുപടി ഞാൻ പറയുന്നില്ല. അത് എൻ്റെ കുനിഷ്ഠ ചോദ്യമാണ്. അത് ഇനി അവിടെ വെച്ചാൽ മതി. യുവജന സംഘടനകൾ വലിയ പ്രതിഷേധം നടത്തി. സമരം നടന്നിട്ട് കുറെ ബ്ലേഡുകൾ കണ്ടെത്തിയത് പോലീസ് വെച്ചതാണ്, ഈ സമരമുഖത്തിനിപ്പോ വെള്ളത്തിന്നല്ല റോട്ടിലെ വെള്ളം കോരിയിട്ട് നിയമസഭയെ കൊണ്ടുവരുന്നു, ബ്ലേഡുകൾ കാണുന്നു. അതൊക്കെ ഇനിയിപ്പോൾ പലതും കേരളത്തിൽ കാണാനിരിക്കുന്നുണ്ട്. കാരണം സമരമൊക്കെ ജനാധിപത്യപരമായിട്ട് നടക്കട്ടെ. കുറച്ചൊക്കെ ഒരു സമരം ചെയ്തിട്ട് ഇനി പഴയ സമര രീതികൾ മറന്നുപോയാണെങ്കിൽ 10 കൊല്ലത്തിൻ്റെ ഒരു ശീലക്കുറവുണ്ടാവും. അതൊക്കെ ഒന്ന് പഠിച്ചെടുക്കുന്നത് നല്ലതാണ്. ഞങ്ങൾ ആ സമരങ്ങൾ പ്രതീക്ഷിക്കാതിരിക്കുന്നവരുമല്ല, ഞങ്ങൾ ആ സമരത്തെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളൊക്കെ വണ്ടിയിൽ പോകുമ്പോൾ പോലും പിന്നെ അതിനെ ഫോളോ ചെയ്ത് നിന്നിട്ട് വർത്തമാനം പറയുന്ന ആളുകൾ വരെയുണ്ട്. ഇറിറ്റേറ്റഡ് ആണ് മൊത്തത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ, പ്രത്യേകിച്ച് CPM പ്രവർത്തകന്മാർ. കാരണം അവർ പ്രതീക്ഷിക്കാതെ അടിയാണ് സ്വന്തം കുടുംബത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വിഷമം ഉണ്ടാവും. ആ വിഷമം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതൊരു കലാപമാക്കിയിട്ട് കൊണ്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് കേരളത്തിലെ ഇടതുപക്ഷമാണ്. ജനാധിപത്യത്തിൻ്റെ രീതികൾ അങ്ങനെയല്ല, അത് കേരളത്തിൻ്റെ ശീലവുമല്ല. അങ്ങനെ കൊണ്ടുപോകാൻ അവർ ശ്രമിക്കുകയാണെങ്കിൽ ആ ജനങ്ങൾ അതിന് മറുപടി പോയി. ഞങ്ങൾ യാതൊരു 102 സീറ്റ് ഞങ്ങൾ അത്യധ്വാനം ചെയ്ത് UDFിൻ്റെ നയപരമായ എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ ഗോവിന്ദമാഷ് പറയുന്ന ഞാൻ പറയുന്നില്ല. ജനങ്ങൾ UDFിന് വാരിക്കോരി കൊടുത്തതാണ്. ഞങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ജയമാണ്. ആ ജയം തന്നത് ജനങ്ങളാണ്. ആ ജനങ്ങൾ ഇപ്പോഴും നമ്മുടെ തെരുവുകളിലുണ്ട്. അത് ഞാനിപ്പോൾ സംസാരിക്കും പോലും പാർട്ടി പ്രവർത്തകരോട് പറഞ്ഞതാണ്. അതിനെ ആഘോഷിക്കുക എന്നുള്ളതല്ല, അതിനെ ഗൗരവത്തോടെ കാണുക എന്നുള്ളതാണ് UDF വിചാരിക്കുന്നത്. അങ്ങനെയാണ് മുമ്പോട്ട് പോകാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഈ മലബാർ ജില്ല വിഭജിക്കണമെന്ന ആവശ്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട പല തരത്തിലുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. അവിടെ നിന്നുള്ളൊരു ജനപ്രതിനിധി എന്ന നിലയിൽ കൂടി താങ്കളുടെ അഭിപ്രായം? അല്ല, അങ്ങനെയല്ല. ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ തന്നെ വെച്ചു. ഇലക്ഷൻ കമ്മീഷൻ ഇന്നലെ വെച്ചല്ലോ. ഇലക്ഷൻ കമ്മീഷൻ്റെ വർക്കുകൾ ഇപ്പോൾ നമ്മളുടെ ഡീലിമിറ്റേഷൻ തന്നെ, നിയമസഭാ ഡീലിമിറ്റേഷൻ 2027 സ്റ്റാർട്ടാവും. 31 വരുന്ന പുതിയ നിയമസഭയായിരിക്കും. ഒപ്പം നമ്മളുടെ കുറേ പഞ്ചായത്തുകൾ നഗരവൽക്കരണങ്ങളുടെ പുതിയ പ്രശ്നങ്ങൾ. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ 80% അർബൻ ഏരിയ എന്ന് കണക്കാക്കിയിരിക്കുന്നു. എങ്ങനെയാണ് ആയിരത്തോളം പഞ്ചായത്തുകളിലെ കേരളത്തിലെ ആ സെൻസസ് എങ്ങനെ വന്നാണെന്ന് വ്യക്തമല്ല. അതിൻ്റെ ഫണ്ട് ഡിവൈഡ് ചെയ്യുന്നതിലൊക്കെ പ്രോബ്ലംസ് ഉണ്ട്. അത് തന്നെയാണ് ജില്ലയുടെ വിഭജനങ്ങളിലുള്ളത്. അതുകൊണ്ട് ജില്ലയുടെ വിഭജനം എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ വളരെ കൃത്യമായിട്ട് ഈ കമ്മീഷൻ വന്നതിന് ശേഷം ഇരുന്ന് പരിശോധിച്ച് അത് ആളുകൾക്കും കൃത്യമായ കണക്കുകൾ, ഡാറ്റകൾ, ഇന്ത്യയിൽ ഇത്തരം ജില്ലാ വിഭജനങ്ങൾക്ക് പാലിക്കുന്ന മാനദണ്ഡങ്ങൾ, ഇതൊക്കെ പരിശോധിച്ചിട്ട് അതിൻ്റെ അഭിപ്രായം പറയാൻ എന്തായാലും കഴിയും. പ്രത്യേകിച്ച് അതിൽ ഉത്തരവാദിത്തം വഹിക്കേണ്ടുന്ന ഒരു മന്ത്രിയാണ് ഞാൻ എന്ന നിലയ്ക്ക് എനിക്കതിൽ കമൻ്റ് അതിൽ പറയാനൊരു പ്രയാസമുണ്ട്. അങ്ങനെ വിഭജിക്കണം, നടത്തണം എന്ന് പറയാനുള്ള പ്രയാസമുണ്ട്. അതിനെക്കുറിച്ച് പരിശോധിച്ചിട്ട് മാത്രമേ പറയുള്ളൂ. അതുപോലെ ഇപ്പോൾ ഈ FCRA അതിൻ്റെ ചട്ടം ഭേദഗതി ചെയ്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. അപ്പോൾ അത് ഈ ന്യൂനപക്ഷങ്ങളെയൊക്കെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കില്ല, പ്രത്യേകിച്ചും ഈ ഫണ്ടിൻ്റെ കാര്യങ്ങൾ ഉൾപ്പെടെ വരുമ്പോൾ അതിനെങ്ങനെയൊക്കെയാണ് പ്രതിരോധിക്കാനാവുക? ഈ കേന്ദ്ര സർക്കാരിൻ്റെ സമീപനങ്ങളിൽ ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നങ്ങളെ എങ്ങനെ നേരിടണമെന്ന് തന്നെ വളരെ സീരിയസ് ആയിട്ട് അതിൻ്റെ ഒരു ലൈസൺ തന്നെ സീരിയസ് ആയിട്ട് ഡൽഹിയിൽ ആരംഭിക്കുന്നതിനെ കുറിച്ച് CM പറയുകയുണ്ടായി. അത് ആലോചിക്കേണ്ടതുണ്ട്. അത് പക്ഷേ സെൻട്രൽ ഗവൺമെൻറ് അങ്ങനെ ഒരു വൈരനിര്യാതനമായ ബുദ്ധി വെച്ചിട്ട് ആളുകൾക്ക് ലഭ്യമാകേണ്ടുന്ന ആനുകൂല്യങ്ങളൊക്കെ തടയുക. ഇപ്പം PMAY പോലെയുള്ള കാര്യം കോഴിക്കോടിൻ്റെ കൗൺസിലർ പ്രത്യക്ഷ നേതാവൊക്കെ ഉണ്ട്. അവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നോട്, നഗരങ്ങൾക്ക് കിട്ടുന്ന PMAY ഇല്ല, അതിന് പറഞ്ഞൊരു എംബ്ലം വീടുകളിൽ വെക്കുന്നതാണ്. അങ്ങനെ ഒരു എംബ്ലം വീടുകളിൽ വെക്കുന്നതിൻ്റെ പേരിൽ സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കേണ്ട ഒരു പൈസ തടയേണ്ട കാര്യമൊന്നുമില്ല. PM ശ്രീയിലെ കാര്യം അതല്ല. PM ശ്രീ ഒരു ഐഡിയോളജിക്കൽ പ്രശ്നമാണ്. ഞങ്ങളതിനെ എതിർത്ത് നിലപാട് സ്വീകരിച്ചൊക്കെ അതിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ആ സമിതിയൊക്കെ വെച്ച് ഞങ്ങൾ പരിശോധിക്കുന്നത്. പക്ഷേ അതേസമയത്ത് സാധാരണക്കാരന് കിട്ടുന്നത് ഇപ്പം ബഹുമാനപ്പെട്ട കേരളത്തിൽ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഒരു ആനുകൂല്യം കൊടുത്താൽ അത് CPM കൊടുക്കുന്ന ആനുകൂല്യമല്ല. ഇപ്പോഴാണെങ്കിൽ VD സതീശൻ മുഖ്യമന്ത്രി കൊടുക്കുന്നത് അദ്ദേഹം കൊടുക്കുന്ന കോൺഗ്രസിൻ്റെ ആനുകൂല്യമല്ലല്ലോ. അതുപോലെ തന്നെയാണ് കേന്ദ്രത്തിൽ നിന്നും. അന്ന് കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്തും അത്തരത്തിൽ പല പേരുകളിൽ ഇന്ദിരാ ആവാസ് യോജന എന്നൊക്കെ പറയുന്ന പദ്ധതികളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ ഇപ്പോഴും വരുന്നുണ്ടെന്ന് കരുതിയിട്ട് അതിനെ തടുക്കേണ്ട കാര്യമൊന്നുമില്ല. അത് സാധാരണക്കാരന് എത്തേണ്ട ആനുകൂല്യങ്ങൾ അത് വാങ്ങിക്കൊടുക്കാനുള്ള ബാധ്യതയാണ് നമുക്കുള്ളത്.
അപ്പോൾ അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റുമായി അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിബേറ്റിലേക്ക് ഞങ്ങൾ എന്തായാലും പോകാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഗൗരവത്തിൽ തന്നെ ജനങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യം അവർക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമങ്ങളുണ്ടാവും. പക്ഷേ ഇന്നലെ നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ ഞങ്ങളുടെ നിലപാടുകൾ ഉറപ്പിച്ച് നിർത്തിക്കൊണ്ട് മാത്രമേ ഞങ്ങൾ മുന്നോട്ട് നടക്കൂ.